എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ആരിഫ് ഹുസൈൻ കൂടി ഈ ചർച്ചയുടെ ഭാഗമായിട്ടുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, 17 വർഷത്തിന് ശേഷം തഹാവൂർ ഹുസൈൻ റാണ എന്ന കൊടും ഭീകരനെ ഭാരതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ നടന്ന പല ഭീകര പ്രവർത്തനങ്ങളുടെയും ഭീകരാക്രമണങ്ങളുടെയും ചുരുളഴിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് NIA ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായി ആ ഭാഗം നിറവേറ്റപ്പെടും എന്ന് തന്നെയാണ് ഭാരതീയർ എന്ന നിലയിൽ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. ഇവിടെ നോക്കൂ, ഇവിടുത്തെ ഒരു പ്രശ്നം നമ്മുടെ നാടിനെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ് ഇത്. കൊച്ചിയിലടക്കം തഹാവൂർ ഹുസൈൻ റാണ എത്തുകയാണ്. അപ്പോൾ കൊച്ചി കൂടി ഒരു ഹോട്ട്സ്പോട്ടായി കണ്ടുകൊണ്ട് ഒരു ആക്രമണത്തിന് പദ്ധതിയിടുമ്പോൾ നമുക്ക് എവിടെയാണ് കാര്യങ്ങൾ പിഴച്ചു പോകുന്നത്? സാധാരണ നമ്മൾ ഇതുപോലുള്ള വിഷയങ്ങളിൽ പറയാറുള്ള ഒരു കാര്യം, സർക്കാരുകൾ മാറുമ്പോൾ മുൻ സർക്കാർ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ എടുത്തു വന്നിരുന്ന കാര്യങ്ങളെ അപ്പാടെ മാറ്റി വെച്ചുകൊണ്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുകയും അതുകൊണ്ട് ആ ഒരു കണ്ണിവിറ്റി നഷ്ടപ്പെടുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് കാതലായ കാര്യങ്ങളിൽ ചില അലംഭാവങ്ങൾ സംഭവിക്കുന്നു, ജനങ്ങൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നൊക്കെയാണ് സാധാരണ പറയാറുള്ളത്. എന്നുണ്ടെങ്കിൽ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മുന്നേ ഉണ്ടായിരുന്ന സർക്കാർ തുടങ്ങി വെച്ച ആ ഒരു പ്രവൃത്തി, അതായത് ഇതുപോലെയുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകളെ അത് നമ്മുടെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവരെ ട്രയൽ ചെയ്ത് ആ ശിക്ഷ നേടിക്കൊടുക്കുന്ന ഒരു അവസ്ഥ, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമത്തെ പിന്നീട് വന്ന ഗവൺമെന്റ് അത് മാറ്റിവെക്കുന്നതിന് പകരം അത് തുടർന്ന് അവരെ ഇന്നിപ്പോൾ ഇവിടെ നമ്മളെ നാട്ടിലേക്ക് എത്തിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായിട്ടും ഒരു അഭിനന്ദനം ഈ പറയുന്ന രണ്ടാമത് വന്ന സർക്കാരിനുണ്ട്. കാരണം അതൊരു തിരുത്ത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകം ഇത് എടുത്തു പറയേണ്ടി വരുന്നതെന്നാണ് ഞാൻ ഇതിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്, പിന്നെ ഇവിടെ നമ്മൾ കാണുന്ന പോലെയുള്ള ഇത്തരത്തിലുള്ള ഈ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഗതിയിൽ എനിക്ക് വലിയ താല്പര്യമില്ല. കാരണം നമ്മളിവിടെ ഇതിനെ കാണുന്നത് ഏത് വ്യൂ പോയിന്റിലാണ്, ഏത് പെർസ്പെക്റ്റീവിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാനൊക്കെ ഒരു ഘട്ടത്തിൽ നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് നേരെ പോലും തീവ്രവാദ ആക്രമണ ഭീഷണി ഉണ്ടായി എന്ന് ഇവിടെ മുന്നേ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഐസിസ് ഭീഷണി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജാമിദ ടീച്ചറെ പോലെയുള്ള ആൾ ഇപ്പോഴും അവർ ഇതേപോലെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ നമ്മളെ പേഴ്സണലി പോലും അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് ഇത്തരം ഇസ്ലാമിക തീവ്രവാദം എന്ന് പറയുന്ന ഒരു വിഷയം ഇവിടെ വരുമ്പോൾ അതിൽ ഒട്ടും തന്നെ ഒരു ആശങ്കയ്ക്കും വഴിയില്ലാതെ അതിൽ വളരെ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നു. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഈ NIA എന്ന് പറയുന്ന ഒരു ബോഡിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് പോലും ഏത് ഘട്ടത്തിലാണെന്നും കൂടി നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടായി. അത് കൂടുതൽ കാര്യക്ഷമമാക്കുകയും അതിനെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്യുന്ന ഒരു കാഴ്ചയും കൂടിയാണ് നമ്മൾ പിന്നീട് മോദി ഗവൺമെന്റിലൂടെ കാണുന്നത്. അപ്പോൾ അവിടെയും വീണ്ടും അവിടെ ഒരു അനുമോദനം അർഹിക്കുന്നു ഇരു സർക്കാരുകൾക്കും എന്ന് തന്നെയാണ് എനിക്ക് അവിടെയും പറയാനുള്ളത്. കാരണം റൈറ്റ് ഡിറക്ഷനിലുള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ തിരസ്കരിക്കേണ്ട അല്ലെങ്കിൽ അതിനെ മാറ്റിവെക്കേണ്ട ആവശ്യമില്ല, അതിനെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു സംഗതി. അപ്പോൾ അതിൽ ആദ്യം ഈ റൈറ്റ് ഡിറക്ഷനുള്ള കാര്യത്തെ അവിടെ തുടങ്ങി വെച്ചു എന്നുള്ള ആ ഒരു കാര്യത്തിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാരിന് പൂർണ്ണമായിട്ടുള്ള അതിന്റെ ആ ഒരു ക്രെഡിറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയാം. അങ്ങനെ നമ്മൾ അതിനെ കാണുന്നു. ഇനി ഇവിടെ ഇപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന തീവ്രവാദിയെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ഇതിലൂടെ വ്യക്തമാകുന്ന മറ്റു ചില വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, സാധാരണ ഇവിടെ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇരട്ടത്താപ്പുകൾ, അത് ഇന്ത്യയാണ് പ്രശ്നമെന്ന് ലോകവേദികളിൽ പോയിട്ട് പറയുകയും ഇന്ത്യയാണ് ഇതിനൊക്കെ കോപ്പ് കൂട്ടുന്നത് എന്ന് പറയുകയും എന്നിട്ട് അവർ തന്നെ ഇത്തരം കാര്യങ്ങളെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് നമ്മൾ പറയുന്ന സമയത്ത് വിശ്വസിക്കുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ തെളിവുകളായിട്ട് നമ്മുടെ മുന്നിലേക്ക് അജ്മൽ കസബായിട്ടും ഇപ്പൊ ഇതുപോലെയുള്ള തീവ്രവാദികളെ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ട്രയൽ നടത്താനൊക്കെ സാധിക്കുമ്പോൾ ഇത് തെളിയുന്നത് പാകിസ്ഥാന്റെ ബന്ധം തന്നെയാണ്. ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യൻ മണ്ണിൽ നിരന്തരമായിട്ട് നടത്തുന്നു എന്നതിന്റെ തെളിവുകൾ ഇനി ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. അതിന് പറ്റുന്ന രീതിയിൽ നമ്മളുടെ NIA ആയാലും മറ്റ് ഇതുപോലെയുള്ള ബോഡീസിനെ നമ്മൾ പരമാവധി നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തുക, അവരെ അതിനെ എക്വിപ്ഡ് ആക്കുക എന്നുള്ളത് തന്നെയാണ്. അത് ഇതിനോടൊപ്പം തന്നെ നമുക്കൊക്കെ അഭിമാനം തോന്നുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി രണ്ടാമത്തത്, ഇതിലൊരു ഡിപ്ലോമാറ്റിക് വിൻ എന്ന് പറയുന്ന സംഗതി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊരു കൺവിറ്റി ഇതിനകത്തുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് കൂടുതൽ മികച്ച ആ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ബിൽഡ് ചെയ്യുന്നതിലും തെളിവുകൾ കൈമാറിക്കൊണ്ട് തന്നെ അന്വേഷണ ഏജൻസികളുടെ ആ മികവിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന തെളിവുകൾ അത് കൂടുതൽ കൈമാറ്റം ചെയ്തുകൊണ്ട് ഇതുപോലെ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ കഴിയുന്നതുകൊണ്ടും കൂടിയാണ് നമുക്ക് ഇതുപോലുള്ള എക്സ്ട്രാഡിഷൻസ് ഒക്കെ നമുക്ക് പോസിബിൾ ആകുന്നത് എന്നുകൂടി മനസ്സിലാക്കുമ്പോൾ അത് വീണ്ടും നമുക്ക് പൊൻതൂവലായിട്ട് മാറുകയാണ്. അപ്പൊ ഇതൊന്നും നമ്മൾ പറയുന്നത് ഈ തരം പൊൻതൂവലുകളുടെ ഇടയിൽ നമ്മളുടെ യഥാർത്ഥ കർമ്മം മറന്നുപോകാതിരിക്കണം എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അത് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കുക. നമ്മുടെ കർമ്മം ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക തീവ്രവാദം വളരെയധികം വർദ്ധിച്ച്
ജനജീവിതം ഒരു എത്ര പ്രോസ്പെറസ് ആയിട്ടുള്ള ഒരു രാജ്യമാണെങ്കിൽ യൂറോപ്പിൻ്റെയൊക്കെ അവസ്ഥ നമ്മൾ നോക്കുക, വളരെ പ്രോസ്പെറസ് ആയിട്ട് നിന്ന് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളായിട്ട് നിന്നിരുന്ന രാജ്യങ്ങൾ ഇന്ന് മൂക്ക് കുത്തി വീഴുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, അവരുടെ സാമ്പത്തിക നില താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ രാജ്യ സുരക്ഷ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ, അവരുടെ ഗവൺമെന്റുകൾ അസ്ഥിരപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പോലും കാരണമായിട്ടുള്ളത് ഈ ഇസ്ലാമിക തീവ്രവാദമാകുമ്പോൾ നമ്മളെപ്പോലെ കരകയറാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു രാജ്യം ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു വളരെ കഷ്ടപ്പെടുന്ന ഒരു രാജ്യമായിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് അത് വളരെ ഹോപ്പ്ഫുൾ ആയിട്ട് നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന നമ്മളെ പോലുള്ള ആളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് അതിലൊക്കെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറുന്നത് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന മറ്റ് പോളറൈസേഷൻ, അതിന്റെ മറ്റ് പോളറൈസിങ് ആക്ടിവിറ്റീസ്, അതിലൂടെ ഉണ്ടാകുന്ന രാഷ്ട്രീയം, ഇതെല്ലാം ഇവിടെ പ്രശ്നമാകുമ്പോൾ നമ്മളുടെ ഈ ഡെവലപ്ഡ് ആവുക എന്ന് പറയുന്ന ഗോളിലേക്ക് നമുക്ക് കൂടുതൽ വൈകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അത് എത്തുന്നത് വീണ്ടും വൈകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഏറ്റവും ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇസ്ലാമിക തീവ്രവാദം എന്ന് തന്നെ അടിവരായിട്ട് നമ്മൾ പറയുന്ന ആ ഒരു വിഷയത്തിലേക്കാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ട്രയലിന് നമുക്ക് ലഭിക്കുന്നത്. ഇത് നമ്മളൊരു ഡിപ്ലോമാറ്റിക് വിന്നാണ്, നമ്മളെ തെളിവുകൾ ശേഖരിക്കാനുള്ള കഴിവിന്റെ വിന്നാണ്, അത്തരം ബോഡീസിന്റെ ആ ഒരു മികവിന്റെ ഒരു പ്രതിഫലനമാണ്. അതുപോലെ ഓരോ കാര്യത്തും പിന്നെ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ടെററിസ്റ്റ് ക്യാൻ റൺ ബട്ട് ദേ ക്യാൻ നോട്ട് ഹൈഡ് എന്ന് പറയുന്ന ഒരു സംഗതി. അവർക്ക് ഒരിക്കലും ഇന്ത്യയുടെ കണ്ണിൽ നിന്ന് ഒളിച്ച് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മൾ എവിടെയാണെങ്കിലും ചേസ് ചെയ്ത് പിടിച്ചിരിക്കും എന്ന് പറയുന്ന ആ ഒരു സ്റ്റാൻസ് നമുക്ക് ഇന്ന് ഇപ്പോൾ ഉറപ്പിക്കാൻ കഴിയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ചന്ദ്രയാൻ ദൗത്യമൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പറയാറുള്ള അതേ ഒരു ആർജവത്തോടു കൂടിയും ആ ഒരു വികാരത്തോടു കൂടിയാണ് നമ്മൾ പറയുന്നത്. തീവ്രവാദം നമ്മുടെ മണ്ണിൽ നടത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ മൊസാദിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് രോമാഞ്ചം കൊള്ളുന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് രോമാഞ്ചം കൊള്ളാൻ ഇതുപോലെ ഇന്ത്യൻ കഥകൾ തന്നെ ഉണ്ട് എന്നും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്.